ഭരതനാട്യം 2 മോഹിനിയാട്ടം കണ്ടു. ഗംഭീര സിനിമ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പോലെ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ അല്ല. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി ഇതിന്റെ ജോണർ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു ഡാർക്ക് കോമഡി പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അത് 100% തിയേറ്ററിൽ വർക്കായി. ഞാൻ സിനിമ ഇപ്പം റിലീസായിട്ട് ഒരു 1 വീക്കായി. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് സിനിമ കണ്ടത്. എന്നാലും ഒരു ഹൗസ്ഫുൾ പാക്ഡ് തിയേറ്ററിൽ ഇരുന്നാണ് കണ്ടത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ സിനിമയുടെ കഥ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഭരതൻ നായരുടെ ഫാമിലി ശ്രീകണ്ഠാപുരത്തിലേക്ക് സെറ്റിൽ ആവാൻ വേണ്ടി വരുന്നു. ശേഷം ഒരു ഡാർക്ക് സീക്രട്ട് പ്രോബ്ലം അവിടെ നടക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയെ കാണിക്കുന്നത്. ഗംഭീര സിനിമയാണ്. നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ്സാക്കരുത്. ഇതിന്റെ ഒരു സിനിമ തുടങ്ങി തീരുന്നത് നമ്മൾ അറിയത്തില്ല. ഫസ്റ്റ് ഹാഫ് ഒന്നും പോയതറിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രസന്റേഷൻ തന്നെയാണ്. ഈ ഒരു ഡാർക്ക് കോമഡി പരിപാടി നല്ല ഗംഭീരമായിട്ട് ഈ സിനിമ വർക്കായിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ സിനിമകൾ അധികം വരാറില്ല. ആ വന്നിട്ടുള്ള സിനിമകളിൽ തന്നെ ഒരു ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിൽ ഈ സിനിമ വർക്കൗട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു സീനിൽ പോലും ഒരു ഡൾ മൂവ്മെന്റ് ഇല്ല. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് കയറി പോവുകയാണ്. അത് സിനിമയുടെ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാനും ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇതിനകത്ത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സറ്റയറിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതും നല്ല ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. സോ ടോട്ടലി പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ഗംഭീര സിനിമയാണ് ഈ ഭരതനാട്യം 2 മോഹിനിയാട്ടം. പിന്നെ ഇതിന്റെ പെർഫോമൻസ് ഫസ്റ്റ് പാർട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഗംഭീരമായിരുന്നു കാസ്റ്റും എല്ലാം പെർഫോമൻസ്. അവരെ കൂടാതെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ വന്നിട്ടുണ്ട്. അവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ ബേബി ജീനുമാണ്. സുരാജ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഗംഭീരമായിരുന്നു. പിന്നെ എന്നെ ശരിക്കും ഞെട്ടിച്ചത് ബേബി ജീനാണ്. ഞാൻ പുള്ളി ഇങ്ങനെയൊന്നും പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പുള്ളിയുടെ ഓരോ എക്സ്പ്രഷനും ഡയലോഗ് പറയുമ്പോൾ ഉള്ള ഓരോ ഇതും എല്ലാം നല്ല ഗംഭീരമായിരുന്നു. സോ ടോട്ടലി എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു പെർഫെക്റ്റ് സിനിമ എന്നാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ മ്യൂസിക് ആണെങ്കിലും ഇപ്പൊ അതിന്റെ ആർട്ട് സൈഡ് നോക്കുകയാണെങ്കിലും എഡിറ്റിംഗ് നോക്കുകയാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഞാൻ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് 5/5 തന്നെ കൊടുക്കും. എനിക്ക് അതുപോലെ ഈ സിനിമ വർക്കായി. എനിക്ക് ഇനിയും ഈ സിനിമ കണ്ടാക്കൊള്ളാമെന്നുണ്ട്. ഒന്നും കൂടെ തിയേറ്ററിൽ തന്നെ പോയി. അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ ഗംഭീര സിനിമയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ പോയി തിയേറ്ററിൽ കണ്ടാലും വർക്കാവും. അപ്പോൾ ഭരതനാട്യം 2 മോഹിനിയാട്ടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. സോ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനും സിനിമ റിവ്യൂസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.